Hi guys, hardly you have less than 75 days for your exams. So what all are the changes in group 2 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ എഗെയിൻ നമ്മളൊന്നുകൂടി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഇൻ ദിസ് വീഡിയോ നമ്മൾ ഓൾ 6 പേപ്പേഴ്സ് എല്ലാ പേപ്പേഴ്സിലും എന്തൊക്കെ ചേഞ്ചസ് ആണ് നമുക്ക് സിലബസിൽ ഉണ്ടായിരിക്കുന്നത് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് വൺ ടാക്സേഷൻ. അതായത് ഒരു ക്ലാരിഫിക്കേഷൻ തരണം വിചാരിച്ച്, അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ടാക്സേഷൻ തിരഞ്ഞെടുക്കുന്നത്. സി വി ഓൾ നോ നമുക്കൊരു ലേറ്റസ്റ്റ് ബജറ്റ് നമുക്ക് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ മോസ്റ്റ് പീപ്പിൾ ഹാവ് ദ ഡൗട്ട്, മോസ്റ്റ് സ്റ്റുഡൻസ് ഹാവ് ദ ഡൗട്ട്, അതായത് നമുക്ക് ഈ ഒരു ഇൻകം ടാക്സ് നമുക്ക് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയോ എന്നുള്ളത്. സോ ഫസ്റ്റ് യു പോയിൻ്റ് ഔട്ട് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടില്ല. ഓക്കെ, സോ കംപ്ലീറ്റ്ലി ഇൻകം ടാക്സ് ചേഞ്ച് ആയിട്ടില്ല. ഓക്കെ, സോ ദെൻ നമുക്ക് ഈ ഒരു ലേറ്റസ്റ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആകുന്നത് വെൻ, അതായത് മെയ് ഫോർ ദ സ്റ്റുഡൻസ് അപ്പിയറിംഗ് ഫോർ മെയ് 26 ഓൺവേർഡ്സ്, അതായത് മെയ് 26 സെപ്റ്റംബർ 26 ഓൺവേർഡ്സ്, അപ്പോഴായിരിക്കും നമുക്ക് ഈ ലേറ്റസ്റ്റ് ബഡ്ജറ്റ് നമുക്ക് അപ്ലിക്കബിൾ ആവുക. സോ ടിൽ ദാറ്റ് ടൈം സോ അതായത് സ്റ്റുഡൻസ് അപ്പിയറിംഗ് ഇൻ മെയ് 2025 സെപ്റ്റംബർ 25 ആൻഡ് ജനുവരി 26 ഓൾസോ ദ ഫൈനാൻസ് ആക്ട് 2024 നമ്പർ 2 ആയിരിക്കും അവർക്ക് അപ്ലിക്കബിൾ ആവുക. ഫൈനാൻസ് ആക്ട് 2024 നമ്പർ 2 ആയിരിക്കും അവർക്ക് അപ്ലിക്കബിൾ ആവുക. ഓക്കെ, സോ ഒന്നുകൂടി പറയാം, നമുക്ക് ടാക്സേഷനിൽ നമുക്ക് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയോ എന്ന് പറഞ്ഞാൽ ഇല്ല, കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടില്ല. ഓക്കെ, സോ അത് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നത് കൊണ്ടാണ് ഒന്നുകൂടി നമ്മൾ റിപ്പീറ്റ് അടിച്ച് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ടാക്സേഷനിൽ എന്തൊക്കെ ചേഞ്ചസ് ആണത്. സോ മേജർ ചേഞ്ചസ് ഞാൻ ഇവിടെ എഴുതിയെന്ന് വെച്ചാൽ, സോ കമ്പാരിറ്റീവ്ലി നമുക്ക് അതർ ചാപ്റ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന ചാപ്റ്റേഴ്സ്, അതായത് TDS അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻസ്, ഇതിൽ നമുക്ക് എന്താണ് ഒരു മേജർ ആയിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് TDS എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് റിവൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് റൈറ്റ്സ് നമുക്ക് റിവൈസ് ചെയ്തിട്ടുണ്ട് 194I, അങ്ങനെ സം TDS സെക്ഷൻസിൻ്റെ റൈറ്റ്സ് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഫ്രം ഏപ്രിൽ ടു സെപ്റ്റംബർ, സോ ഫ്രം ഏപ്രിൽ ടു സെപ്റ്റംബർ നമുക്ക് ഒരു റേറ്റ് 1 ആണെങ്കിൽ ദെൻ ഒക്ടോബർ ടു മാർച്ച് നമുക്ക് റേറ്റ് 2 ആയിരിക്കും. ഓക്കെ, അതായത് നമുക്ക് റേറ്റിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ് ഉദ്ദേശം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമുക്ക് ഡിഫാൾട്ട് ടാക്സ് റെജീംസിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ സ്ലാബ് ലിമിറ്റിലുണ്ടാകുന്ന ചേഞ്ചസ്. ദെൻ ക്യാപിറ്റൽ ഗെയിൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ, സോ ക്യാപിറ്റൽ ഗെയിൻസ് ഫ്രം 23 ജൂലൈ 2024 ഓൺവേർഡ്സ് നമുക്ക് ഇൻഡെക്സേഷൻ ഫെസിലിറ്റി റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇൻഡെക്സേഷൻ ഫെസിലിറ്റി സി ക്യാപിറ്റൽ ഗെയിൻസ് പ്രിപ്പയർ ചെയ്തവർക്കറിയാം, നമുക്കവിടെ ഇൻഡെക്സേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ഫെസിലിറ്റി നമുക്ക് റിമൂവ് ചെയ്തിരിക്കുന്നത് ഫ്രം 23 ജൂലൈ 2024 ഓൺവേർഡ്സ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് സം ടാക്സ് റേറ്റ്സ് നമുക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ക്യാപിറ്റൽ ഗെയിൻസിൽ സം ടാക്സ് റേറ്റ്സിൽ നമുക്ക് ചേഞ്ചസ് ഉണ്ട്. ദെൻ ഇതാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് മെയിനായിട്ട് പറയാനുള്ള ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ടാക്സേഷനെ കുറിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്കിതിൽ പറയുന്നത് വെച്ചാൽ അതർ ബാലൻസ് പേപ്പേഴ്സ്, അതായത് പേപ്പർ 1 അക്കൗണ്ടിങ്, പേപ്പർ 2 ലോ, പേപ്പർ 4 ഓഡിറ്റ്, പേപ്പർ 5 കോസ്റ്റിംഗ്, അതുപോലെ തന്നെ പേപ്പർ 6 FM SM. സോ എബൌട്ട് ദീസ് പേപ്പേഴ്സ് നമുക്ക് സിലബസിൽ ചേഞ്ചസ് ഇല്ല. നമ്മൾ ഓൾറെഡി ഗ്രൂപ്പ് 2ൻ്റെ ഒക്കെ പറഞ്ഞതാണ്, സിലബസിൽ നമുക്ക് ചേഞ്ച് ഇല്ല. പക്ഷേ ന്യൂ ക്വസ്റ്റ്യൻസ് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സം കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ യു ജസ്റ്റ് പ്രിപ്പയർ ഫോർ ദാറ്റ് ഓൺലി. ഓക്കെ, സോ ടിൽ ഹിയർ നിങ്ങൾ എന്താണോ നിങ്ങൾ പഠിച്ചത് അതന്നെ നിങ്ങൾ ഫോളോ ചെയ്യാം, അതൊന്നുകൂടി നിങ്ങൾ റിവൈസ് ചെയ്യാം. ദെൻ ഇങ്ങനെയുള്ള നമുക്ക് ഈ പുതിയ ന്യൂ ക്വസ്റ്റ്യൻസിന് വേണ്ടി ഒന്ന് പിന്നെ പ്രിപ്പയർ ചെയ്യാം. ദെൻ എബൌട്ട് GST നമുക്കറിയാം, എങ്ങനെയായാലും നമുക്ക് ആ ഒരു ടൈം നമുക്ക് അമെൻമെൻറ്റ്സ് ഉണ്ടാകും. സോ സിലബസിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല, ബട്ട് നമുക്ക് ആ ഒരു അമെൻമെൻറ്റ്സ് എന്തായാലും നമുക്ക് എക്സാമിന് ഉണ്ടാവും. ഓക്കെ, അപ്പം യു ജസ്റ്റ് ഫോക്കസ് ഓൺ ദാറ്റ് അമെൻമെൻറ്റ്സ് ഓൾസോ. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക് യു.